Good morning, all. Good morning, ma'am. Okay, if we class start ചെയ്യാം strength വളരെ കുറവാണല്ലോ. Strength exam ഒക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ? 6th ആർക്കും exam ഉണ്ട് അല്ലേ? Okay. അപ്പോ then നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാം ഉണ്ട്. ഓക്കെ ഇത്ര നമ്മള് സ്ട്രെങ്ത് വളരെ കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ്. എക്സാം ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എക്സാം ഉള്ളപ്പോൾ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക. റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുക. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് അഡ്മിനിസ്ട്രേഷൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മള് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് 5 ഫങ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, ലീഡിങ്, ദെൻ കൺട്രോളിങ്. ഈ 5 ഫംഗ്ഷനെയും ഓരോ ഫംഗ്ഷനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പ്ലാനിങ് പഠിച്ചു അല്ലെ? എന്തൊക്കെയാണ് പ്ലാനിങ്ങിൽ വരുന്നത്? എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ് എന്തൊക്കെയാണ്? ദെൻ ടൈപ്പ് ഓഫ് പ്ലാനിങ്, അതില് ടൈം പീരീഡ്, അപ്രോച്ച്. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ആണോ? ഓക്കെ, ഓർമ്മയുണ്ട് എല്ലാവർക്കും? അയച്ച അത്രയും ഭാഗം എല്ലാവരും? ഓക്കെ, അപ്പോ പ്ലാനിങ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. അപ്പോ അപ്രോച്ചസ് വരെയാണ് നമ്മൾ നിർത്തിയത്. ഇനി അതിന്റെ ഒരു 2 പോയിന്റ് കൂടി പറയാനുണ്ട്. 2 പോയിന്റ് കൂടി പറഞ്ഞതിന് ശേഷം ഒന്ന് നിങ്ങൾ പ്ലാനിങ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാനിങ്ങിന്റെ തന്നെ പ്രത്യേകതകളാണ് പറയുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് എടുത്തത്. അപ്രോച്ചസ് കഴിഞ്ഞിട്ട് ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ. അതില്ല ഫോർമൽ പ്ലാനിങ്ങും ഉണ്ട്, ഇൻഫോർമൽ പ്ലാനിങ്ങും ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർമൽ പ്ലാനിങ്ങും ഇൻഫോർമൽ പ്ലാനിങ്ങും. ഓക്കെ, ഫോർമൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ ആയിട്ടുള്ള പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇത് കമന്റ് ചെയ്ത് എല്ലാവരും. ഫോർമൽ ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ആലോചിച്ച് നോക്കാം. ഫോർമൽ പ്ലാനിങ്, ഫോർമൽ എന്ന് പറയുമ്പോ അതിന് എന്തൊക്കെയുണ്ടാകും? ഒരു ഫോർമൽ പ്ലാനിങ് എന്ന് പറയുമ്പോ ഒന്നുമില്ല, ഒന്നും അറിയില്ല അതിനെ കുറിച്ച്. കൊമേഴ്സ് ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടാകും അല്ലെ? ഒരു ഘടന ഉണ്ടാകും. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഓരോരോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഫോർമൽ ആയിട്ടുള്ളതിന് അല്ലേ? ദെൻ പിന്നെ അപ്പോ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഇൻഫോർമൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിനൊരു സ്ട്രക്ചറോ അല്ലെങ്കിൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ ഒന്നുമില്ല. അപ്പൊ എന്താണ്? കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തതാണ് അല്ലേ? ഫോർമൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മള് മുൻകൂട്ടി പ്രീ പ്ലാനിങ് ഒക്കെ ചെയ്തത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ട്രിപ്പൊക്കെ പോകാനായിട്ട് നമ്മള് മുൻകൂട്ടി 1 മാസം മുൻപോ അല്ലെങ്കിൽ 2 മാസം മുൻപൊക്കെ പ്ലാൻ ഒക്കെ ചെയ്തതാണ് ഫോർമലിൽ വരുന്നത് അല്ലെ? ഒരു സിസ്റ്റമാറ്റിക് ആണെന്ന് പറയാം. നോക്കാം, അത്രയേ ഉള്ളൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പ്ലാനിങ്ങിൽ വരുന്നത് കേട്ടോ. ഇനി ഒന്ന് വായിച്ചു നോക്കാം. ഫോർമൽ പ്ലാനിങ് is a structured plan or systematic. It has some procedures to follow. നമ്മൾ അതിന് ഓരോ പ്രൊസീജിയേഴ്സ്, ഓരോ പ്രോസസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. റിട്ടേൺ റെക്കോർഡ്സ് ആർ ഫോളോഡ് ഇൻ ഫോർമൽ പ്ലാനിങ്. റിട്ടേൺ റെക്കോർഡ്സുകളൊക്കെ ഉണ്ടാവുന്നത് ഓൾറെഡി നമ്മൾ മുൻകൂട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ എന്താണ്? റിട്ടേൺ റെക്കോർഡ്സുകൾ ഉണ്ടാകും. ദെൻ ഇൻഫോർമൽ പ്ലാനിങ് ഈസ് അൺസ്ട്രക്ചേർഡ്. നേരെ ഓപ്പോസിറ്റ്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഡസ് നോട്ട് ഹാവ് പ്രൊസീജിയേഴ്സ്. അതിന് വേറെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല. നോ റെക്കോർഡ് ഇസ് മെയിൻറ്റെയിൻഡ്. അവിടെയും വലിയ റെക്കോർഡ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് ഫോർമലും ഇൻഫോർമൽ പ്ലാനിങ്ങും. ക്ലിയർ ആണല്ലോ? ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ലല്ലോ. ഓക്കെ ആണോ? ഫോർമൽ പ്ലാനിങ്ങും ഇൻഫോർമൽ പ്ലാനിങ്ങും. ഓക്കെ, ഇതൊക്കെ നമ്മളെ കോമൺ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് വേറെ നമ്മൾ എക്സാമ്പിളോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്. ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ് എന്ന് വെച്ചാൽ ഉള്ളടക്കം അല്ലെ? 2 ടൈപ്പ് ആണ് കണ്ടൻസ് പറയുന്നത്. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ്ങും. വീണ്ടും പ്ലാനിങ്ങിനെ കുറിച്ചാണല്ലോ. സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഓപ്പറേഷണൽ പ്ലാനിങ്ങും. 2 ടൈപ്പ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്ലാനിങ് നോക്കാം. സ്ട്രാറ്റജിക് ആദ്യം വായിക്കാട്ടോ. ഞാൻ ഇത് ഓരോ സെന്റൻസ് വെച്ച് വായിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ടീച്ചർ ഒന്ന് വായിച്ചിട്ട് ഓവറോൾ ആയിട്ടുള്ള മീനിങ് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാനിങ് it sets future directions of the organization
which it wants to proceed in future. It involves a time horizon of more than 1 year, and for most of the organization, it ranges between 3 and 5 years. Strategic plans are generally developed by top-level management. Example, diversification of business into new lines. Operation new lines. അവിടെ വരെയാണ് strategic planning പറയുന്നത്. So, strategic planning എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫ്യൂച്ചർ ഡയറക്ഷൻ ആണ്. ഇപ്പൊ ഒരു ബിസിനസ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ, നമുക്ക് ഹോസ്പിറ്റലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒരു ബിസിനസ് ഭാവിയിലേക്ക് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്ലാനിങ്ങുകളാണ്. ഇപ്പോൾ പ്രസന്റിലുള്ള പ്ലാനിങ് അല്ല, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് പുതിയ ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പുതിയ പുതിയ എന്തെങ്കിലും പുതിയ മേഖലകൾ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 to 5 years, 3 വർഷം 5 വർഷത്തേക്കൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ആണ്. അത്രയും വലിയ പ്രൊജക്ട് ആയിരിക്കും അവർ ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്നത്. സോ മാക്സിമം ഒരു 3-5 വർഷമൊക്കെ എടുക്കും ഈ ഒരു പ്ലാനിങ് ചെയ്യാനായിട്ട്. ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് പുതിയൊരു ഹോസ്പിറ്റൽ ബിൽഡിങ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹോസ്പിറ്റലിൽ നമ്മൾ മൾട്ടി ഡെവലപ്ഡ് ആക്കാനായിട്ട് പുതിയൊരു സെക്ഷൻ കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറച്ചും കൂടി ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ല ഡെവലപ്പിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള പ്ലാനിങ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. 3 to 5 years ഒക്കെ വരെ നമുക്ക് ആ പ്ലാനിങ് കൊണ്ടുവരാം. Then plans are generally developed by top level of management. ഈ പ്ലാനിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് വികസിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ പ്ലാനിംഗ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ഹോസ്പിറ്റലിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന മാനേജ്മെന്റ് ആണ് ഇങ്ങനെയുള്ള പ്ലാനിങ് ചെയ്യുന്നത്, അല്ലെ? ചെറിയൊരു പൊസിഷനിലുള്ള ആൾക്ക് പറ്റില്ല. കാരണം മാനേജ്മെന്റ് ആണ് പുതിയ ബിൽഡിംഗ് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പുതിയൊരു മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ പണിയണോ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാൻസ് ആർ ജനറലി ഡെവലപ്ഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ? ഒരു കാര്യം കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. 3 and 5 years ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചാൽ മതി. മേ ബി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുമ്പോൾ 3 to 5 years ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോ സ്ട്രാറ്റജിക് പ്ലാൻ ഓക്കെ ആണല്ലോ. ഫ്യൂച്ചറിലേക്കുള്ള വലിയ വലിയ പ്ലാനിങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ അത് ഒരു 3 to 5 years വരെ നല്ലൊരു പ്ലാനിങ്, കാരണം അത്രയും നല്ലൊരു ഫ്യൂച്ചർ ഡെവലപ്മെന്റിലേക്കുള്ള പ്ലാനിങ് ആയതിനാൽ തന്നെ ഒരു 3 വർഷം തുടങ്ങി 5 വർഷം വരെ നമുക്ക് ഈ പ്ലാനിങ് വരാം. ഓക്കെ, ദെൻ എക്സാമ്പിൾ കൂടി പറയാം. എക്സാമ്പിൾ പറയുന്നത് ഡിവേഴ്സിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഇൻടു ന്യൂ ലൈൻസ്. അതായത് ബിസിനസ്സിൽ തന്നെ പുതിയ പുതിയ ഡൈവേഴ്സിഫിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വൈവിധ്യമാർന്നിട്ടുള്ള ബിസിനസ്സിൽ തന്നെ ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ തന്നെ പുതിയ പുതിയ ന്യൂ ലൈൻസ് എന്ന് വെച്ചാൽ പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, പുതിയ ബിൽഡിങ്സ് ആകാം, അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരാം, അങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, ഓപ്പറേഷണൽ പ്ലാൻസ്. Operational plans are developed to determine the steps to day operations by department managers. Operational എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. Developed to determine step day-to-day operations. ഹോസ്പിറ്റലിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അല്ലെ? ഓരോ ദിവസത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആണ്. അത് ബൈ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജേഴ്സ് ആണ് ആ ഒരു പ്ലാനിങ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ മാനേജർ ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നത്. പക്ഷെ ഓപ്പറേഷണൽ പ്ലാനിങ് ചെയ്യുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജേഴ്സ്. അവിടുത്തെ ആ ഒരു അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡേ ടു ഡേ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. These plans may cover at a time frame of few months, weeks or even few days.
ഇങ്ങനെയുള്ള ഓപ്പറേഷണൽ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് ആ പ്ലാനൊക്കെ അവർ ചെയ്ത് സെറ്റ് ആക്കും. ചിലപ്പോ ഫ്യൂ വീക്സ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മതി, അല്ലെങ്കിൽ ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കൊണ്ടോ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ എടുക്കുന്ന പ്ലാനുകളാണ് ഓപ്പറേഷണൽ പ്ലാനിങ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ 3 to 5 years വരെ പ്ലാനിങ് വരാവുന്നത്. അതായത് കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഓപ്പറേഷണൽ പ്ലാനിങ്ങും ഓക്കെ ആണോ? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, റെസ്പോൺസ് ഒന്നും ഇല്ല. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് പ്ലാനിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ, അതായത് ഫങ്ഷൻസിൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിംഗ് എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ പ്ലാനിങ്ങിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. അതിന്റെ 2 പോയിന്റ് ആണ് നമ്മൾ ഇന്നെടുത്ത് കംപ്ലീറ്റ് ചെയ്തത്. ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്. ഓക്കെ, നിങ്ങൾ ആ പ്ലാനിംഗ് എന്നുള്ള ഒരു സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഫംഗ്ഷനിലേക്ക് കടക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ കുറച്ച് എഫേർട്ട് എടുത്ത് വായിക്കേണ്ട ഭാഗങ്ങളാണ്. PG എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലാണ് നമ്മളുടെ ക്ലാസ്സുകളും ചാപ്റ്റേഴ്സും ഇല്ലേ? നിങ്ങൾക്ക് നോക്കിയപ്പോ മനസ്സിലായിട്ടാണോ ഇല്ലേ? ആണോ? എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മള് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഓൾറെഡി ബേസിക് പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അടുത്തൊരു ലെവലിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നമ്മുടെ പഠനത്തിലും ആ ഒരു നിലവാരം ഉണ്ടായിരിക്കണം. ഓക്കെ, എഫേർട്ട് എടുക്കണം നന്നായിട്ട്. ദെൻ ഓരോന്നും നമ്മൾ വായിച്ചത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരുപാട് കുഞ്ഞു പോയിന്റ് ആയിട്ടൊന്നല്ല തന്നിരിക്കുന്നത്. കുറെയൊക്കെ നമ്മൾ തന്നെ വായിച്ച് നിങ്ങളുടേതായ രീതിയിലോട്ട് അതിന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ പ്ലാനിങ്. ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ കുറച്ച് എന്താ പറയാ, അവിടെ കുറച്ച് ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കേട്ടോ. ബാക്കി പഠിക്കേണ്ടതല്ല കേട്ടോ, കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കാം. ഓക്കെ, പ്ലാനിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് വായിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്നൊരു പ്രാവശ്യം വായിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകാനാണ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ്. ഓക്കെ, ഓർഗനൈസിങ് നോക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ഫംഗ്ഷൻ ആയിട്ടുള്ള ഓർഗനൈസിങ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓർഗനൈസിങ്, this includes the identification and classification of required activities. The activities are then grouped together and each group of activities is assigned to a manager through the progress of delegation both horizontally among the different managers on the same level and vertically from superior to subordinate. This is
that part of management that involves establishing an international role for the people. നോക്കാം, ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താ മലയാളത്തിൽ നമ്മൾ ഓർഗനൈസിംഗിന് പറയാം? എന്താ ഓർഗനൈസിംഗ് മീനിങ്? മലയാളത്തിൽ എന്താ പറയാ? ഒരു ഓർഗനൈസിംഗ് വേണം എന്ന് പറയും. എന്താ ഓർഗനൈസിംഗ് മലയാളത്തില്? എന്താ പറയാ? ഒരു സംഘാടനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു മേൽനോട്ടം, അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു ടോട്ടലായിട്ട് എല്ലാവരെയും മേൽനോട്ടം വയ്ക്കുക, ഒരു സംഘാടനം എന്നൊക്കെ പറയും അല്ലേ? ഓർഗനൈസിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിക്വയർഡ് ആക്ടിവിറ്റീസ് അല്ലേ? അതായത് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇനി കൊണ്ടുവരണം അല്ലെ? ആ പ്രവർത്തനങ്ങളെ കണ്ടെത്തുക, ഐഡന്റിഫിക്കേഷൻ ചെയ്യണം, അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുകയാണ് അല്ലെ? ഇപ്പൊ നമ്മള് പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണ്, അപ്പൊ ആ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. നമുക്ക് ഇന്ന കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യണം അല്ലെ, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്. സോ ആ പ്രവർത്തനങ്ങളെ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം, ഐഡന്റിഫിക്കേഷൻ ചെയ്യാം, then അതിനെ ക്ലാസിഫൈ ചെയ്യാം, അതിനെ തരംതിരിക്കുക. The activities are then grouped together and each group of activities is assigned to a manager. Then അപ്പൊ നമ്മൾ പറഞ്ഞു പ്രവർത്തനങ്ങൾ നമ്മൾ ആദ്യം കണ്ടെത്തണം, എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരണം. Then അതിനെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്തതിന് ശേഷം അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുക, തരംതിരിക്കുക. Then ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരുമിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പ് ചെയ്യണം. ഈ പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഓരോ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും ഒരു മാനേജറെ ഏൽപ്പിക്കാണ്. ഒരു മാനേജർ ലീഡറായിട്ട് നിൽക്കാണ്. ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മാനേജർമാരെ ഏൽപ്പിക്കുക. Then through the progress of delegation both horizontally among different managers to same level and vertically from superior to subordinate. Delegation വഴി, delegation ചെയ്യാന്ന് വെച്ചാൽ എന്താ? Delegation നമ്മൾ ഡിപ്ലോമയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ഡെലിഗേഷൻ, എന്താ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാലോ? ഡെലിഗേഷൻ കേട്ടിട്ടില്ല ടേം? ഡെലിഗേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും, ഡിപ്ലോമയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഒരു ഓർമ്മയില്ലാർക്കോ? അതായത് നമ്മൾ പ്രതിനിധി ഉത്തരവാദിത്വം എന്ന് പറയും മലയാളത്തിൽ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലേ? ഈ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രതിനിധി ഉത്തരവാദിത്വം, ഡ്യൂട്ടീസുകൾ കൊടുക്കുക, റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ പ്രവർത്തനങ്ങൾ കണ്ടു, പ്രവർത്തനങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിച്ചു. ദെൻ ഓരോ ഗ്രൂപ്പിനും ഒരു മാനേജറെ അസൈൻ ചെയ്തു. ദെൻ വീണ്ടും പറയുന്നു ഡെലിഗേഷൻ, അത് പ്രോഗ്രസ് ഓഫ് ഡെലിഗേഷൻ. അതായത് ഓരോ മാനേജർക്ക് അവരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ട് കൊടുക്കുക. അത് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും. അതായത് എക്സാമ്പിൾ പറയണത് നോക്കി, സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ടോപ്പിലുള്ള ഒരു മേലുദ്യോഗസ്ഥൻ തുടങ്ങി താഴെ നിൽക്കുന്ന, മീൻസ് ഒരു സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കീഴിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് വരെ ഓരോരോ കാര്യങ്ങളിൽ അവരുടെ ഉത്തരവാദിത്വം കൊടുക്കാന്ന്, ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, അങ്ങനെ ഓരോരുത്തരെയും ഓരോ ഡ്യൂട്ടീസ് ഏൽപ്പിക്കുക. Then this is that part of management that involves establishing an international role for the people. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ ഈ ഒരു സെക്ഷനിൽ, അതായത് ഓർഗനൈസിംഗ് എന്നുള്ളൊരു ആ ഒരു സെക്ഷനിൽ പീപ്പിൾസിന്, അതായത് സ്റ്റാഫുകളും എല്ലാവരും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ പീപ്പിൾസിന് ഒരു ഇന്റർനാഷണൽ റോള് കൊടുക്കുന്നു. എന്താ ഇന്റർനാഷണൽ റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇന്റർനാഷണൽ റോൾ എന്ന് പറയുന്നത് ഓരോ പേഴ്സൺസിനും കണ്ടോ, സുപ്പീരിയർ തുടങ്ങി ഏറ്റവും ടോപ്പ് ലെവലിൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് തുടങ്ങി സബോർഡിനേറ്റ് വരെ, ഏറ്റവും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫിന് വരെ ഡെലിഗേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് ഇന്ന കാര്യങ്ങൾ ഓരോരുത്തർ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുക അല്ലെ, റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ പീപ്പിൾസിന് ഒരു ഇന്റർനാഷണൽ റോൾ ഉണ്ടെന്ന് അല്ലെ, അല്ലെങ്കിൽ മാനേജർമാർ മാത്രം ഒരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി സ്റ്റാഫുകൾക്ക് മറ്റൊരു റോൾ ഉണ്ടാവോ? ഇല്ല അല്ലേ? ഇവിടെ അങ്ങനെയില്ല. സുപ്പീരിയർ തുടങ്ങി സബോർഡിനേറ്റ് വരെയുള്ളവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഡെലിഗേഷൻ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കുകയാണ്. ഈക്വൽ ആയിട്ട് ഓരോരുത്തരും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുക. സോ നമ്മൾ അതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആണ് അല്ലേ? ഒരു മാനേജ്മെന്റോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന വ്യക്തികൾ മാത്രമല്ല, മറിച്ച് എല്ലാവരും തന്നെ അതിൽ ഇൻവോൾവ് ആവുകയാണ്. സോ ഇന്റർനാഷണൽ റോൾ ഫോർ ദ പീപ്പിൾ അല്ലെ, നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആകുമ്പോൾ നമുക്കും അതിലൊരു റോള് കിട്ടുന്നു. താഴത്തെ പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് വരെയും അതിലൊരു റോള് കൊടുക്കുന്നു. ക്ലിയർ ആയ ഒരു സെക്ഷൻ ഓർഗനൈസിംഗ്
ക്ലിയർ ആണോ? ദെൻ ഇനി ലാസ്റ്റ് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ജെ ഡി മൂണി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്യണം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒത്തിരി പേരുടെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഡെഫിനിഷൻ എന്തായാലും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം, എക്സാമിൽ ചോദിക്കും കേട്ടോ. അപ്പൊ ജെ ഡി മൂണി പറയുന്ന ഒരു ഡെഫിനിഷൻ എന്താണ് ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ ഈസ് ദ ഫോം ഓഫ് എവറി ഹ്യൂമൻ അസോസിയേഷൻ for the attainment of common purpose and the process of relating specific duties or function in a world. Underline ചെയ്തോ definition? Underline ചെയ്യാട്ടോ. Organization എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ human association for attainment of common purpose. അതായത് കോമൺ പർപ്പസ്, പൊതുവായിട്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും then relating specific duties, സ്പെസിഫിക് ആയിട്ടുള്ള നിർദ്ദിഷ്ടമായിട്ടുള്ള ചുമതലകള് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രക്രിയ, മൊത്തത്തിലുള്ള വോൾ അല്ലെ, ഒരു പ്രക്രിയയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു നേതൃത്വം അല്ലെ, നേതൃത്വമല്ലോ ലീഡർഷിപ്പ്, നോട്ടം എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഒരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ നേടാനും അല്ലെങ്കിൽ സ്പെസിഫിക് ഡ്യൂട്ടീസ്, അതായത് നിർദ്ദിഷ്ട ചുമതലകള് കൈവരിക്കുന്നതിനുള്ള ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം ഡെഫിനിഷൻ, അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇനി ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓർഗനൈസിങ് വായിച്ചു നോക്കുക കേട്ടോ. സിമ്പിൾ ആണ്, ടീച്ചർ മാക്സിമം എളുപ്പത്തിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. വായിക്കുമ്പോഴും നിങ്ങൾ അതനുസരിച്ച് ഒന്ന് മലയാളം കൂടി പറഞ്ഞൊന്ന് അങ്ങനെ വായിച്ചു പോകുക കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് പറഞ്ഞോ, കുഴപ്പമില്ല. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതിയിലാണ് നമുക്ക് പറയാം. മാക്സിമം ഞാൻ അത് ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. ഇനി ഒരുപാട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും അത് നിങ്ങൾക്കും കേൾക്കാനും വലിയ ബോറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഓർഗനൈസിങ് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലോട്ട് അങ്ങനെ മനസ്സിലാക്കാം. ടീച്ചർ പറഞ്ഞ അതുപോലെ തന്നെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് പഠിക്കാം, പക്ഷെ മനസ്സിലാക്കി പഠിക്കാതെ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ അണ്ടർലൈൻ ചെയ്ത് പോകുന്നുണ്ട്. അതിനെ കുറിച്ച് പ്രാധാന്യം കൊടുത്ത് പഠിച്ചു പോവുക. ഓക്കെ, ജെ ഡി മൂണി കേട്ടോ. പേര് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ ഓർഗനൈസിങ്? ഇനി നെക്സ്റ്റ് നോക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ്. അപ്പൊ ഓർഗനൈസിങ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഹയറാർക്കി. ഹയറാർക്കി നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ് ഹയറാർക്കി എന്ന് പറഞ്ഞാല്? ഒരു ഹയറാർക്കിക്കൽ ഓർഡർ എന്നൊക്കെ പറയും ഇല്ലേ? എന്താ ഹയറാർക്കി മീൻസ്? നോക്കാം. A hierarchy is a system of organizing people into different ranks or level of importance. അതായത് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ പീപ്പിൾസിനെ നമ്മള് ഡിഫറെന്റ് റാങ്ക്സിൽ ആ ഒരു അതിൽ അവരുടെ ഒരു ലെവൽ അനുസരിച്ചുകൊണ്ട് തരംതിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ടോപ്പില് ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ നിങ്ങള് നമ്മള് ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും പഠിച്ചോ?
യെസ്. ഓക്കെ, ലബോറട്ടറിയിൽ നമ്മള് ഒരു ഹൈറാർക്കി കണ്ടോ? ലബോറട്ടറിയുടെ ഓർക്കുന്നുണ്ടോ? ഒരു ടേബിൾ നമ്മൾ പഠിച്ചത് ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത് ആരാണ് അല്ലെ? ലബോറട്ടറി ഡയറക്ടർ, അങ്ങനെ ഓരോരോ അല്ലേ? ലാസ്റ്റ് ഫ്ലെബറ്റോമിസ്റ്റ് അല്ലെങ്കിൽ MLT, ദെൻ അസോസിയേറ്റ് ഡയറക്ടർ, അങ്ങനെ നമ്മൾ ആ ഒരു പൊസിഷനുണ്ട് ഹൈറാർക്കി ആയിട്ടുള്ളത്. ഓർക്കുന്നുണ്ടോ ടേബിള്? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഹൈറാർക്കി സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഹൈറാർക്കി എന്ന് പറഞ്ഞാല് ലെവൽസ് അനുസരിച്ചുകൊണ്ട് അവരുടെ റാങ്ക് അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ആ ലെവൽസ് അനുസരിച്ചുകൊണ്ട് കിട്ടും തരംതിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരൊറ്റ കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, then next one, span of control. Span of control already നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. It is also known as, underline ചെയ്യാട്ടോ, ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന മറ്റു പേരുകളാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്, span of supervision, span of responsibility or span of authority. Okay, പഠിക്കണം. span of management, span of controlന് തന്നെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് span of management അല്ലെ? മാനേജ്മെന്റിന്റെ ഒരു പരിധി, സ്പാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പരിധി എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. സൂപ്പർവിഷന്റെ ഒരു പരിധിയാണ്, ദെൻ ഉത്തരവാദിത്തങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പരിധി, ദെൻ അതോറിറ്റിയുടെ ഒരു പരിധി. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഡയറക്റ്റ് ചെയ്തതെല്ലാം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നോക്കാം. Span of control is the number of subordinates who report directly to manager or leader. Underline ചെയ്യാം. Span of control എന്ന് പറയുന്നത് is the number of subordinates who report directly to manager or leader. അതായത് ഒരു എന്താണ് മാനേജർക്കോ അല്ലെങ്കിൽ ആ ഒരു ലീഡറിനോ ആ ഒരു സെക്ഷനിൽ നയിക്കുന്ന മാനേജർക്കോ ലീഡർക്കോ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേസസുകളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ആ ഒരു നമ്പർ അല്ലെങ്കിൽ അതിന്റെ എത്രത്തോളം അവര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാല്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പാൻ ഓഫ് കൺട്രോൾ പഠിച്ചു. ഇപ്പൊ ഒരു വ്യക്തിയുടെ കീഴിൽ ഒരു 5 പേര് പ്രവർത്തിക്കുന്നുണ്ടാകും ഇല്ലേ? ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റാഫിന്റെ കീഴില്, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ കീഴില് 5 മെമ്പേഴ്സ് ആയിരിക്കും ചിലപ്പോ വർക്ക് ചെയ്യുന്നത്. അപ്പോ പ്രശ്നങ്ങളൊക്കെ ആ ഒരു സെക്ഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആ ഒരു മാനേജർ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും പറയുന്നത് ഇത് തന്നെയാണ്. അതായത് എംപ്ലോയീസ് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കീഴുദ്യോഗസ്ഥന്മാരെ അവരുടെ അവരുടെ മാനേജർക്ക്, അവരുടെ മേലുദ്യോഗസ്ഥരുണ്ടാവുമല്ലോ, അവരെ നയിക്കുന്ന ഒരു ലീഡർ, അവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തോരം കാര്യം, എത്രത്തോളം പ്രശ്നങ്ങളാകാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. Then the more employees assigned to a manager, the wider their span of control. ഇപ്പൊ ഒരുപാട് എംപ്ലോയീസ് ചിലപ്പോ ഒരു മാനേജറിന്റെ കീഴിലുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ ആണെന്ന് പറയാം. നമ്മൾ പറഞ്ഞ ചിലവരാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കീഴില് മാനേജറിന്റെ കീഴിൽ ചിലപ്പോൾ ഒരു 10 പേരായിരിക്കും പ്രവർത്തിക്കുന്നത് സബോർഡിനേറ്റ് ആയിട്ട്. അപ്പൊ അദ്ദേഹത്തോടാണ് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്നത്. ചിലപ്പോ അതിലും കൂടുതൽ അല്ലെ, അതായത് മോർ എംപ്ലോയീസ് ഒരു മാനേജറിന്റെ കീഴിൽ വരും. ഇത് കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള സ്പാൻ ഓഫ് കൺട്രോൾ ആണത്, വൈഡർ ആയിട്ടുള്ള ഒരു പരിധിയാണത് അല്ലെ. ഒത്തിരി പേര് വരുമ്പോ അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വരും, കുറച്ചുകൂടി വൈഡർ ആണ്. ഓക്കെ, സ്പാൻ ഓഫ് കൺട്രോൾ ക്ലിയർ ആണല്ലോ? ഹൈറാർക്കിയും സ്പാൻ ഓഫ് കൂടി നെക്സ്റ്റ് പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസിന്റഗ്രേഷൻ. ഇന്റഗ്രേഷനും ഡിസിന്റഗ്രേഷനും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്റഗ്രേഷൻ, ഡിസിന്റഗ്രേഷൻ. എന്താ ഇന്റഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തില് ആ വേർഡ് കേട്ടിട്ടില്ലേ നിങ്ങള്? ഇന്റഗ്രേറ്റ് ചെയ്യാ. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാല് ഇന്റഗ്രേഷൻ ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ലേ. ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ? ഇന്റഗ്രേഷൻ അതും അറിയില്ല. മലയാളത്തിൽ എന്താ മീനിങ് ഇന്റഗ്രേഷൻ? സംയോജിപ്പിക്കുക, ഒന്നിപ്പിക്കുക എന്നൊക്കെ പറയും. അപ്പൊ ഡിസിന്റഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ? ഡിസിന്റഗ്രേഷൻ നേരെ ഓപ്പോസിറ്റ്. സംയോജിപ്പിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിഘടിപ്പിക്കുക അല്ലെങ്കിൽ ശിഥിലീകരണം എന്നൊക്കെ പറയാം മലയാളത്തില്. വിയോജിപ്പിക്കുക. ഓക്കെ, പല രീതിയിലും പറയൂട്ടോ മീനിങ്. ഓക്കെ, അപ്പൊ അറിയില്ലാത്തവരൊക്കെ ഒന്ന് മലയാളത്തിൽ അത് എഴുതി വെച്ചേക്കട്ടോ മീനിങ്. ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലേ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. നമുക്ക് അറിയില്ലാത്ത ടേംസുകളും വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോണ്ട് പ്രശ്നമില്ല.
അങ്ങനെ എഴുതി വെക്കണം ശരിക്കും. കാരണം നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരാൻ പാടില്ല. ഓക്കെ, മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും പുതിയ പുതിയ ന്യൂ വേർഡ്സുകൾ കേൾക്കുമ്പോൾ അതിന്റെ മലയാളം മീനിങ് എഴുതാം. ഓക്കെ, നോക്കാം. ഇന്റഗ്രേഷൻ ബ്രിങ്സ് തിങ്സ് ഓർ പീപ്പിൾ ടുഗദർ. നമ്മൾ ആ പറയുന്ന മലയാളം ടേം പോലെ തന്നെ സംയോജിപ്പിക്കുക. ഇന്റഗ്രേഷൻ ബ്രിങ്സ് തിങ്സ് ഓർ പീപ്പിൾ ടുഗദർ. വസ്തുക്കളെയോ അല്ലെങ്കിൽ പീപ്പിൾസിനെയോ ഒന്നിപ്പിക്കുന്നത്, ടുഗദർ ചെയ്യുന്നതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. യു വോണ്ട് ടു ബി സർപ്രൈസ്ഡ് ദാറ്റ് ഡിസിന്റഗ്രേഷൻ മീൻസ് തിങ്സ് ആർ കമ്മിങ് എപ്പാർട്ട്. അപ്പൊ ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടാക്കി തിരിക്കുകയാണ്, വിഘടിപ്പിക്കുക. ഓക്കെ, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിക്കുക, പീപ്പിൾസിനെയോ തിങ്സിനെയോ സംയോജിപ്പിക്കുന്നത്. ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, പാർട്ടാക്കി സെപ്പറേറ്റ് ആക്കി തിരിക്കുക. ഓക്കെ, ഡിസിന്റഗ്രേഷൻ ഈസ് when one thing split into parts or just cease to exist. അതായത് എന്താണ് ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പൊ ഒരു തിങ്സിന് എക്സാമ്പിൾ പറയുന്നത്, ഒരു വസ്തുവിനെ നമ്മൾ പാർട്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ഒരു വസ്തുവിന്റെ ഭാഗങ്ങളായിട്ട് വിഭജിക്കുകയാണ്. when something is destroyed, അല്ലെങ്കിൽ ഒന്നിനെ നശിപ്പിച്ചു കളയുക, ഒന്നിപ്പിക്കണില്ല, വിഘടിപ്പിച്ച് നശിപ്പിച്ചു കളയുക. broken to pieces, broken ആയിട്ട് പല പീസസ് ആക്കി മാറ്റുക. or falls as part on its own, that's disintegration. ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പാർട്സ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ബ്രോക്കൺ ചെയ്യുക, ഡിസ്ട്രോയിഡ് ചെയ്യുക. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിക്കുക. ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ആ ടേമിന്റെ വേർഡിന്റെ മീനിങ് പോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഒന്നിപ്പിക്കുകയാണ്. തിങ്സിനെയും പീപ്പിൾസിനെയും ഒക്കെ ഒന്നിപ്പിക്കുക. ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഇന്റഗ്രേഷനും ഡിസിന്റഗ്രേഷനും. ഓക്കെ, വായിച്ചു നോക്കാം. 3 പോയിന്റ് വായിക്കണേ, നമ്മൾ വായിച്ചിട്ടില്ല. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിംഗ് തുടങ്ങി നമ്മൾക്ക് വായിച്ച് ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസിന്റഗ്രേഷൻ വരെ വായിക്കാം കേട്ടോ. അർത്ഥം മനസ്സിലാക്കി വായിക്കണം. വായിക്കുമ്പോ നല്ലപോലെ നിങ്ങൾ വായിക്കണം. മാക്സിമം നിങ്ങൾ അന്നു തന്നെ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന പോർഷൻസ് ഇത് തന്നെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ഇത് തന്നെ പഠിക്കാം. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ആ ക്ലാസ്സിലായിട്ട് ഒരു ഓർമ്മ വെച്ചിട്ട് ഇത് തന്നെ പഠിക്കാം. മാക്സിമം നല്ല രീതിയിൽ എഫോർട്ട് എടുക്കാം. പഠിക്കാനും അത്യാവശ്യം ഉണ്ടല്ലോ. എല്ലാ ചാപ്റ്റേഴ്സും ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് അല്ലേ? അത്ര ഈസി എന്ന് പറയാനൊന്നും ഇല്ല, ആണോ? നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും. കാരണം നമ്മൾ ബേസിക് പഠിച്ചു കഴിഞ്ഞവരാണ് അല്ലേ? അപ്പൊ നമ്മളെ കൊണ്ട് നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്പാൻ ഓഫ് കൺട്രോളിൽ അറിയപ്പെടുന്ന മറ്റു പേരുകൾ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്.
കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആണോ? പഠിച്ചിട്ടുണ്ടോ? ഏത് ചാപ്റ്ററിലാണ് പഠിച്ചിട്ടുള്ളത്? സെയിം. ഓക്കെ, ഏത് ചാപ്റ്ററിലാണ്? നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ഏത് ചാപ്റ്ററിലാണെന്ന്? ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം ഏത് ചാപ്റ്ററിലാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ അത്ര ശ്രദ്ധയോടെ കേൾക്കുന്നവരുണ്ടോ എന്ന് അറിയണമല്ലോ. ടീച്ചേഴ്സിന്റെ ക്ലാസ് എല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് ചാപ്റ്ററിലാണ് പറയുന്നത് എന്ന് പറയാമോ? ആർക്കും ഓർമ്മയില്ല? ഒന്ന് ആലോചിച്ച് നോക്കി. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ക്ലൂ വേണോ? ക്ലൂ വേണോ? ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ഓർ സെക്കൻഡ് മോഡ്യൂള്. ചാപ്റ്ററിന്റെ പേര് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ആർക്കും ഓർമ്മയില്ല? ഓർമ്മയില്ല? ലബോറട്ടറിയിലും ഫ്രണ്ട് ഓഫീസിലും പറയുന്നുണ്ടോ? അയ്യോ, അത് ലബോറട്ടറിയിലാണോ? ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? CSSD. ഓക്കെ, ഔട്ട് പേഷ്യന്റിൽ നിങ്ങൾ ഏറ്റവും ആദ്യം OPD പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഓർക്കണുണ്ടോ? കുറച്ച് പേർക്ക് ഓർമ്മ വന്നു അല്ലേ? 6th ബാച്ചുകാർക്ക് ഓർമ്മ വന്നില്ലേ? ഞാൻ തന്നെ എടുത്തിട്ടുള്ള ചാപ്റ്റർ ആണല്ലോ. നമ്മൾ കോഡൊക്കെ വെച്ച് പറഞ്ഞതാണ് അവിടെ. ഓർമ്മയുണ്ടോ? സെൻട്രലൈസ്ഡ് AC. ഓർക്കണുണ്ടോ? കുറച്ച് പേർക്ക് ഓർമ്മയുണ്ടാവും കേട്ടോ. സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഓക്കെ, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും ഔട്ട് പേഷ്യന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും. അപ്പൊ നമ്മൾ പഠിച്ചപ്പോൾ അന്ന് കോഡ് വെച്ചിട്ട് സെൻട്രലൈസ്ഡ് AC എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്കിനി അതിലേക്ക് പോകാം. അപ്പൊ എല്ലാം നമ്മൾ പഠിച്ചതായിട്ട് കണക്റ്റഡ് ഒക്കെയാണ്. ഓക്കെ, ഇപ്പോ സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത് അവിടെ നിങ്ങൾ പഠിച്ചതിൽ വെച്ചിട്ട്? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒറ്റൊരു ഇതാണ് അല്ലേ? എല്ലാ കാര്യങ്ങളും ഒറ്റൊരു ഇതിൽ വരുന്നതാണ് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തങ്ങളായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ആണോ? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നിനും നിക്ഷിപ്തമായിരിക്കും. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളായിരിക്കും. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കാം. Centralization is a form of organizational structure. ഉണ്ടോ? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ ഒരു ഘടനയുടെ രൂപമാണ്, ഒരു സ്ട്രക്ചർ ആണെന്നത്. Where the decision making capability rests with the top management. അപ്പോ സെൻട്രലൈസേഷനില ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ആരാണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന മാനേജ്മെന്റ് ആണ് ഡിസിഷൻസ് എടുക്കുന്നത് സെൻട്രലൈസേഷനിൽ. A couple of hand-picked members are endeavored to create strategy. അപ്പോ ഏറ്റവും ഒരു ടോപ്പ് മാനേജ്മെന്റ് ആണ് സെൻട്രലൈസേഷൻസിൽ തീരുമാനങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ അതിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട 2 മെമ്പേഴ്സ് ഉണ്ടാവുന്നു. 2 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. Then determine the goals and objectives based on which an organizational will function. So ആ ഒരു സ്ഥാപനത്തിന്റെ എന്താണ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, സ്ട്രാറ്റജീസുകളും തീരുമാനിക്കുന്നതും നിർണ്ണയിക്കുന്നതും ഈ ഒരു മാനേജ്മെന്റും ആ മാനേജ്മെന്റിന് കീഴിലുള്ള 2 മെമ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ എല്ലാം തീരുമാനിക്കുന്നത് ആ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കുന്നത് സെൻട്രലൈസേഷനിൽ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ഡീസെൻട്രലൈസേഷനിലോട്ട് വരാം. Decentralization is another form of organizational structure that functions by delegating decision-making capabilities to multiple teams across geographies. Multiple team ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. ഈ 2 കാര്യങ്ങൾ ഓർത്താൽ മാത്രം മതി. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ടോപ്പ് മാനേജ്മെന്റ് ആണ് ഡിസിഷൻസുകൾ എടുക്കുന്നത്. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ ടീംസ് ആണ്, ഒന്നിലധികം ടീമുകളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ലക്ഷ്യങ്ങളൊക്കെ സ്ട്രാറ്റജീസുകളും നിർണ്ണയിക്കുന്നതും മൾട്ടിപ്പിൾ ആണെന്ന്. ക്ലിയർ ആയോ? ഒരൊറ്റ കാര്യം മാത്രം ആലോചിക്കാം.
സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ടോപ്പ് മാനേജ്മെന്റ് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ടീംസ്, ഒന്നിലധികം. ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കോപ്പിയുടെ അവിടെ ടെക്സ്റ്റിന്റെ അവിടെ സെൻട്രലൈസേഷൻ എഴുതിക്കണോ, അതിന്റെ മുകളിലായിട്ട് ടോപ്പ് മാനേജ്മെന്റ് എന്ന് എഴുതി വെച്ച്, ടോപ്പ് മാനേജ്മെന്റ്. സെൻട്രലൈസേഷൻ എഴുതിയിരിക്കുന്നതിന്റെ മുകളിലായിട്ട് ടോപ്പ് മാനേജ്മെന്റ് എന്ന് എഴുതാം. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ എഴുതിയിരിക്കുന്നതിന്റെ മുകളിലായിട്ട് മൾട്ടിപ്പിൾ ടീം എന്ന് എഴുതാം. മൾട്ടിപ്പിൾ ടീംസ് എന്ന് എഴുതാം കേട്ടോ, മൾട്ടിപ്പിൾ ടീംസ്. എഴുതി വെച്ചോ? നമുക്ക് ഒറ്റ നോട്ടത്തിൽ വായിക്കാമെന്ന് തന്നെ മനസ്സിലാകും അല്ലേ? സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെന്റ് ആണ് ഡിസിഷൻസും സ്ട്രാറ്റജീസും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ടീംസ് ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് തിയറി. ക്ലാസിക്കൽ ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ ഒരു തിയറിയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഈച്ച് എംപ്ലോയി ഓൺലി റെസ്പോൺസ് ടു വൺ സുപ്പീരിയർ. അതായത് ഒരു സൂപ്പർവൈസർ, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ഓരോ ജീവനക്കാരും അല്ലെ, ഓരോ സ്റ്റാഫ് അംഗങ്ങളും ഏതെങ്കിലും ഒരു സുപ്പീരിയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മള് ICU പഠിച്ചു അല്ലെ, നമ്മൾ പറഞ്ഞു ICUന്റെ ഉള്ളിൽ ഒത്തിരി സ്റ്റാഫുകൾ ഉണ്ടാകും. അപ്പൊ ഈ സ്റ്റാഫുകളെല്ലാം ചിലപ്പോ ICU ഇൻചാർജ് എന്നുള്ളൊരു പേഴ്സൺസിന്റെ കീഴിൽ വരുന്നതാണ് ഇല്ലേ. അതുപോലെ തന്നെ നമ്മൾ വാർഡ് പഠിച്ചു, വാർഡിനുള്ളിൽ സ്റ്റാഫുകളുണ്ട്, അവിടെയും ഒരു വാർഡ് ഇൻചാർജ് ഉണ്ട് ഇല്ലേ. പഠിച്ച ആളുകളല്ലേ നിങ്ങള്? പഠിച്ചോ? വാർഡ് ഇൻചാർജ്, ICU ഇൻചാർജ് ഇല്ലേ. അപ്പൊ അവരുടെ കീഴിലാണ് ബാക്കി സ്റ്റാഫുകൾ വരുന്നത്. അപ്പൊ ഓരോ ജീവനക്കാരും ഒരു സുപ്പീരിയറിന്റെ കീഴിൽ വരുന്നു. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓരോ ജീവനക്കാരും ഏതെങ്കിലും ഒരു സുപ്പീരിയറിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന്. ഓക്കെ, എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. എക്സാമ്പിൾ എന്നിട്ട് ICU ഇൻചാർജ്, then വാർഡ് ഇൻചാർജ്, രണ്ട് എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിക്കോളൂ കേട്ടോ. ICU ഇൻചാർജ്, then വാർഡ് ഇൻചാർജ്. എഴുതി വെച്ചോ? ഓക്കെ, ക്ലിയർ ആണോ? യൂണിറ്റി ഓഫ് കമാൻഡ് ഓക്കെ ആണല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇനി നെക്സ്റ്റ് വൺ ഡെലിഗേഷൻ. ഓൾറെഡി പറഞ്ഞു പ്രതിനിധി ഉത്തരവാദിത്തം. Delegation is an assignment of authority to another person to carry out specific activities. It is the process of distributing and entrusting work to another person. Underline ചെയ്യാട്ടോ. Delegation എന്ന് പറയുന്നത് it is the process of distributing and entrusting work to another person. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, മറ്റൊരു വ്യക്തിക്ക് നമ്മൾ കുറച്ച് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് മറ്റൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കുകയാണ് ചെയ്യാനായിട്ട്. ഇന്ന ഡ്യൂട്ടി ഇന്ന ആള് ചെയ്യുക, അങ്ങനെ ഓരോ വ്യക്തികൾക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓരോ വർക്കുകൾ. ഓക്കെ, and therefore one of the core concept of management leadership, ഇതൊരു മാനേജ്മെന്റ് ലീഡർഷിപ്പിന്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണെന്ന്. അതായത് ഒരു ലീഡർഷിപ്പ് എന്ന നിലയിൽ ഓരോ വ്യക്തികൾക്കും ഓരോരോ ഡ്യൂട്ടികൾ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓരോ പേഴ്സൺസിനും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികൾക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ജോലികൾ ഓരോരുത്തരും നമ്മൾ ഏൽപ്പിക്കണം, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കുന്നു. ഓക്കെ, ഡെലിഗേഷൻ പ്രോസസ് ഓഫ് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ് അത്. എക്സാമിന് ചോദിക്കാം, ചിലപ്പോ ഡെലിഗേഷന്റെ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാം. Dash is the process of distributing and entrusting work to another person. Okay, ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഡെലിഗേഷൻ വരെയാണ് കേട്ടോ നമ്മളുടെ
ഓർഗനൈസിങ് എന്നുള്ളൊരു ആ ഒരു സെക്ഷനിൽ പറയുന്നത്. ഓർഗനൈസിങ് രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കിയത് കേട്ടോ. മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിൽ പ്ലാനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓർഗനൈസിങ് ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് അടുത്ത ഫംഗ്ഷൻ വരുന്നത് സ്റ്റാഫിംഗ് ആണ്. ഓർഗനൈസിങ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓർഗനൈസിങ് സ്റ്റാർട്ടിങ് തുടങ്ങി ഓർഗനൈസിങ് ലാസ്റ്റ് വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം വായിക്കുക കേട്ടോ. ഓർഗനൈസിംഗിൽ വരുന്ന പോയിന്റ്സുകളാണ് കേട്ടോ ഇതെല്ലാം. നെക്സ്റ്റ് തുടങ്ങുന്നത് സ്റ്റാഫിംഗ് ആണ്. വായിച്ചതിന് ശേഷം നമുക്കൊന്ന് നമ്പർ ഇട്ട് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ കിട്ടില്ല. ഓക്കെ, വായിച്ചോളൂ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്ത് വെക്കാം. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ദെൻ നിങ്ങളെ ഫങ്ഷൻസിന്റെ സെക്ഷൻ ഒന്ന് എടുത്ത് എല്ലാവരും. ടെക്സ്റ്റ് ഉണ്ടല്ലോ കയ്യിൽ, അല്ലെങ്കിൽ കോപ്പി ഉണ്ടല്ലോ. ഫങ്ഷൻസില് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ കാണോ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്. അതൊന്ന് 1 2 3 4 5 എന്നൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. പ്ലാനിങ്ങിന്റെ അവിടെ 1 ഇടാ, ഓർഗനൈസിങ്ങിന്റെ അവിടെ 2, സ്റ്റാഫിംഗ് 3, ഡയറക്ടിങ് 4, ദെൻ കൺട്രോളിങ് 5. നമ്പർ ഇട്ട് കൊടുക്കാം. എഴുതിയോ? പ്ലാനിങ്ങിന്റെ അവിടെ 1 കൊടുക്കാം. ഓക്കെ, 1 2 3 4 5. കാരണം പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് പ്ലാനിങ്ങിന്റെ അവിടെ 1 ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. പ്ലാനിങ്ങിന്റെ അവിടെ 1 എന്ന് എഴുതാം. ദെൻ പ്ലാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ശേഷം പറഞ്ഞതിന് ശേഷം വീണ്ടും ഓർഗനൈസിങ് കണ്ടോ, 2 എന്ന് കൊടുക്കാം. ഓർഗനൈസിങ്ങിന്റെ അവിടെ 2 എന്ന് കൊടുക്കാം. 2 നമ്പർ കൊടുക്കാം. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ്. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഫംഗ്ഷൻ സ്റ്റാഫിംഗ്. കണ്ടോ, സ്റ്റാഫിങ്ങിന്റെ അവിടെ 3 എന്ന് കൊടുക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓരോ പോയിന്റ് ഒന്ന് മാർക്ക് മീൻസ് നമ്പർ ഇട്ട് വെക്കാനാണ് കേട്ടോ. കാരണം ഇത് ഏതൊക്കെയാണെന്നൊരു കൺഫ്യൂഷൻ ആയി പോകും അല്ലെങ്കിൽ. ഓക്കെ, സ്റ്റാഫിങ്ങിന്റെ അവിടെ 3 എന്ന നമ്പർ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിന്റെ പോയിന്റ്സ് കഴിഞ്ഞിട്ട് ലീഡിങ് ആൻഡ് ഡയറക്റ്റിംഗ് കണ്ടോ, അവിടെ 4 നമ്പർ എടുക്കാം. 4.
ലീഡിങ് ആൻഡ് ഡയറക്റ്റിംഗിന്റെ അവിടെ 4 നമ്പർ കൊടുക്കുക. നമ്പർ 4. Then last one controlling 5 കൊടുക്കാം. കൺട്രോളിങ് 5. ഓക്കെ, പിന്നെ മാറിപ്പോകില്ല. ഓരോ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമ്പർ ഇട്ടില്ലേ? സംശയമൊന്നും ഇല്ലല്ലോ ഇതില്? സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് 2 ഫങ്ഷൻസ് ആണ് നോക്കിയിരിക്കുന്നത്. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും. ഓക്കെ, നെക്സ്റ്റ് ഇനി സ്റ്റാഫിംഗ് ആണ്. ഇത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കാരണം ഒരുപാട് എടുത്ത് പോകുന്നില്ല, എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർക്ക്. അപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് പോയിട്ടുണ്ടെങ്കിലും പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ ഒരു എക്സാംസും കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഒരുപാട് എടുത്താല് പഠിക്കാനും, ചെറിയ ഭാഗമാണെങ്കിലും അതിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഇല്ലേ? ചെറിയ പോർഷനാണ് എടുക്കുന്നതെങ്കിലേ അതിനുള്ളിൽ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ നമുക്ക്. അതനുസരിച്ചിട്ട് നന്നായിട്ട് പഠിക്കാം. ക്ലിയർ ആണോ? എടുത്തത്രയും ഓക്കെ ആണോ? കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതില്, അല്ലെ? കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ദെൻ കൊമേഴ്സ് ഒക്കെ എടുത്ത സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആണ്, അല്ലേ? ദെൻ അല്ലാതെ ഉള്ളവർക്കും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ബേസിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡിപ്ലോമയിൽ കൂടി കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഓക്കെ ആണോ എല്ലാവരും? പിന്നെ കുറച്ചധികം എഫേർട്ട് എടുക്കണമെന്നുള്ളൂ, നമ്മൾ ചെയ്യണമല്ലോ. കുറച്ച് നാളത്തെ എഫേർട്ട് അല്ലേ, അതിന് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ഭാഗം നന്നായിട്ട് വായിക്കാം. മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ ഡെയിലി അറ്റൻഡ് ചെയ്യുന്നില്ല എല്ലാവരും? ഓക്കെ, താങ്ക് യു ഓൾ.